വിനോദസഞ്ചാരികളുടെ സ്വപ്ന ഭൂമിയായ മൂന്നാർ ഇന്ന് ഗതാഗതക്കുരുക്കിന്റെ തടവറയായി മാറുകയാണ്. മണിക്കൂറുകളോളം നീളുന്ന വാഹന നിരകൾ, നിശ്ചലമാകുന്ന ജനജീവിതം, ആശുപത്രിയിലെത്താൻ പോലും കഴിയാതെ വലയുന്ന രോഗികൾ, ഗതാഗതക്കുരുക്കിൽപ്പെട്ട് ചികിത്സ വൈകി ഒരു ജീവൻ പോലും നഷ്ടമായ ദുരനുഭവം മൂന്നാർ ഇതിനു മുമ്പ് കണ്ടതാണ്. എന്നിട്ടും ശാശ്വത പരിഹാരം ഇന്നും അകലെയാണ്. ട്രാഫിക് കമ്മിറ്റി യോഗങ്ങൾ ആവർത്തിക്കുമ്പോഴും തീരുമാനങ്ങൾ പലതും കടലാസിൽ മാത്രം ഒതുങ്ങുന്നുവെന്നതാണ് നാട്ടുകാരുടെ പരാതി. വർഷങ്ങളായി മൂന്നാറിനെ അലട്ടുന്ന ഗതാഗതക്കുരുക്ക് ഓരോ സീസണിലും കൂടുതൽ രൂക്ഷമാകുകയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ വികസനത്തോടെ മൂന്നാറിലേക്കെത്തുന്ന വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചെങ്കിലും ടൗണിലെ അടിസ്ഥാന സൗകര്യങ്ങൾ അതിനനുസരിച്ച് വികസിച്ചില്ല. ഗതാഗതക്കുരുക്കിന്റെ ഏറ്റവും വലിയ ദുരിതമനുഭവിക്കുന്നത് മൂന്നാറിലെ പ്രദേശവാസികളാണ്. അത്യാവശ്യ ആവശ്യങ്ങൾക്കായി പുറത്തിറങ്ങുമ്പോൾ പോലും മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽ കുടുങ്ങേണ്ടി വരുന്ന അവസ്ഥയാണ്. சாதாரணமாக இங்கே லோக்கலில் உள்ள ஆளுகளுக்கும் கெஸ்ட்டுகளுக்கும் ஒரு ஹாஸ்பிட்டல் கேஸு ஆம்புலன்ஸ் போகிறதுக்கோ இதுக்கோ ரொம்ப வசதி இல்லாமல் இருக்குது. ரொம்ப சிக்கலாக இருக்குது. அதேமாதிரி லோக்கலில் உள்ள ஆட்டோ ஜீப்புகள் ஓட முடியாமல் ஆளுகளை இங்கேருந்து ஜாமான் வாங்கிட்டு வெளியே ரொம்ப தூரம் தள்ளி போய் நடந்து போய் ஆட்டோவில் ஏறுற மாதிரி வருது. ലോക്കലുള്ള വണ്ടിയിൽ എതുമേ ഓടാൻ വേണ്ടി മാട്ടേക്ക്. ഗതാഗതക്കുരുക്കിന്റെ മറ്റൊരു ഇര സ്കൂൾ വിദ്യാർത്ഥികളാണ്. ദിവസവും ഗതാഗതക്കുരുക്കിൽ കുടുങ്ങി സ്കൂളിലെത്താനും കുട്ടികൾ വൈകുന്നു. ഓരോ ദിവസവും ഈ ദുരിതം സഹിക്കുന്നത് കുട്ടികളും ആശങ്കയോടെ കാത്തിരിക്കുന്നത് മാതാപിതാക്കളുമാണ്. മൂന്നാറിലെ വലിയ ഗതാഗതക്കുരുക്ക് കാരണം സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അത് സ്കൂളിൽ സമയത്ത് എത്തുന്നില്ല എന്നുള്ള വലിയ പ്രശ്നം. ദൂരങ്ങളിൽ ബസ്സിൽ പോകുന്നവരുണ്ട്, തൊട്ടടുത്തുണ്ട്. അതേ കുട്ടികൾ തന്നെ വൈകുന്നേരങ്ങളിൽ ഈ ട്രാഫിക്കിൽ കിടന്ന് മണിക്കൂറുകളോളം ഒന്നും ബാത്റൂമിൽ പോലും പോകാൻ പറ്റാതെ കുട്ടികൾ ട്രാഫിക്കിൽ കിടക്കുകയാണ്. എന്നിട്ട് അവർക്ക് വീട്ടിലെത്താൻ പറ്റുന്നില്ല. അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കൾ ചിലർ ജോലിക്ക് പോയിട്ട് വരുന്നവർ ഈ സമയത്ത് വീട്ടിലെത്തുന്നില്ല. ഇങ്ങനെ വളരെ ദുരിതം പിടിച്ച ഒരു അവസ്ഥയിലേക്കാണ് മൂന്നാറിലെ ജനങ്ങൾ പോകുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. ഗതാഗതക്കുരുക്കിൽ ദുരിതമനുഭവിക്കുന്ന മറ്റൊരു വലിയ വിഭാഗമാണ് വിനോദസഞ്ചാരികൾ. വിവിധ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവർ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിക്കിടക്കേണ്ടി വരുന്നു. ഭക്ഷണം കഴിക്കാനോ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനോ പോലും കഴിയാതെ കുരുക്കിൽ ചിലവഴിക്കേണ്ട അവസ്ഥ. ഒടുവിൽ മൂന്നാറിന്റെ മനോഹര ഓർമ്മകളുമായല്ല, ഗതാഗതക്കുരുക്കിന്റെ കൈപ്പേറിയ അനുഭവങ്ങളുമായാണ് നിരവധി സഞ്ചാരികൾ മടങ്ങുന്നത്. വരുന്ന ടൂറിസ്റ്റിൽ വണ്ടിക്കകത്ത് തന്നെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത, വണ്ടിക്കകത്ത് ബാത്റൂം കൂടെ പോകാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര സങ്കടപ്പെട്ടാണ് വരുന്നവർ തിരിച്ച് അതുപോലെ തന്നെ പോവാം. അടിയന്തര ചികിത്സ തേടുന്ന രോഗികൾ പോലും ഗതാഗതക്കുരുക്കിൽ കുടുങ്ങുന്ന സാഹചര്യങ്ങൾ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. മൂന്നാറിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ട്രാഫിക് കമ്മിറ്റി പലതവണ യോഗം ചേർന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളും. രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളും യോഗങ്ങളിൽ പങ്കെടുത്ത് അവയ്ക്ക് പിന്തുണ അറിയിക്കാറുണ്ട്. എന്നാൽ നടപ്പാക്കൽ ഘട്ടത്തിൽ അതേ കക്ഷികളിൽ നിന്ന് തന്നെ പ്രതിഷേധം ഉയരുന്നതാണ് പതിവ്. ഇതോടെ ഗതാഗത പരിഷ്കാരങ്ങൾ പലപ്പോഴും പാതിവഴിയിൽ നിൽക്കുകയും ശാശ്വത പരിഹാര ശ്രമങ്ങൾ തടസ്സപ്പെടുകയും ചെയ്യുന്നു. നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഉയരുന്ന രാഷ്ട്രീയ സമ്മർദ്ദവും പ്രതിഷേധവും അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് ആശുപത്രിയിലേക്ക് പോകാൻ കഴിയാതെ ഒരാൾ മരണപ്പെട്ടാൽ ആ ജീവൻ പൊലിയുന്നതിന് കാരണം നിങ്ങളായേക്കാം. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. അമ്മയുടെ സ്നേഹവും പ്രകൃതിയുടെ നന്മയും നമ്മുടെ കുരുന്നുകളുടെ വളർച്ചയ്ക്കായി അസൽ ഏത്തയ്ക്കാപ്പൊടിയുടെ കരുത്തുമായി ഡോക്ടർ ഫുഡിന്റെ ന്യൂട്രി ബനാന പൗഡർ. തലമുറകളുടെ കരുത്തിന് ഡോക്ടർ ഫുഡ് ന്യൂട്രി.